ഓഗസ്റ്റ് 12 വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഷന്താൾ, വിധവ, വിസിറ്റേഷൻ സഭാസ്ഥാപക. ജനനം 1572 ജനുവരി 28 ഫ്രാൻസിൽ. അമ്മായിയമ്മയുടെ പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ മരണസംബന്ധമായ കാര്യങ്ങൾ, മറന്നുപോയ ആളുകളെ സംബന്ധിച്ച്, മക്കളിൽ നിന്ന് വേർപിരിഞ്ഞ മാതാപിതാക്കൾ, വിധവകൾ എന്നീ മേഖലകളുടെ സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ ജെയിൻ. വിശുദ്ധരായ ഫ്രാൻസിസ് ഡി സെയിൽസിൻ്റെയും വിൻസെൻ്റ് ഡി പോളിൻ്റെയും ഉറ്റ സുഹൃത്തുമായിരുന്നു വിശുദ്ധ. ബർഗണ്ടിയിലെ ഡിജോണിൽ സമ്പന്നരായ മാതാപിതാക്കളുടെ മകളായി ജനിച്ച ജെയിൻ ബാല്യം മുതലേ അസാധാരണമായ ദൈവിക ജ്ഞാനം ഉള്ളയാളായിരുന്നു. അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ ഒരു കാൽവനിസ്റ്റ് ഒരു പാവ സമ്മാനമായി നൽകിയപ്പോൾ എരിയുന്ന തീയിലേക്ക് എറിഞ്ഞുകൊണ്ട് കുഞ്ഞു ജെയിൻ പറഞ്ഞു, ഇതാണ് ക്രിസ്തു സംസാരിക്കുമ്പോൾ അവിശ്വാസികളും പാഷണ്ഡികളും അവരുടെ വിശ്വാസരാഹിത്യം മൂലം നരകാഗ്നിയിൽ ചുട്ടരിക്കപ്പെടുന്ന രീതി. അമ്മയുടെ മരണശേഷം അവളെ ശുശ്രൂഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട വേലക്കാരിയെ ജെയിൻ പിരിച്ചുവിട്ടത് അവർ ലോകപരമായ ജീവിതം നയിക്കുന്നുവെന്ന കാരണത്താലാണ്. പിതാവ് അവളെ ബാരൻ ഡി ഷന്താൾ എന്നയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഒരിക്കൽ വേട്ടയാടലിന് പോയപ്പോൾ ഭർത്താവ് ബാരൻ കൊല്ലപ്പെട്ടു. ബാരൻ്റെ ഘാതകനോട് അവൾ പൂർണ്ണമായി ക്ഷമിച്ചു. അവൾ തൻ്റെ ക്ഷമ പ്രകടമാക്കിയത് ഘാതകൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ മാതാവായി ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ്. അവൾ തൻ്റെ സമയം പൂർണ്ണമായും പ്രാർത്ഥനയ്ക്കും പാവങ്ങളോടുള്ള ശുശ്രൂഷകളിലുമായി നീക്കിവെച്ചു. രോഗികളുടെ വസ്ത്രങ്ങൾ കഴുകിക്കൊടുക്കുകയും മുറിവുകളിൽ ചുംബിക്കുകയും ചെയ്തുകൊണ്ട് അവൾ തൻ്റെ ദൈവസ്നേഹം അപരന് പകർന്നുകൊടുത്തു. യേശുക്രിസ്തുവിനോടുള്ള അഗാധമായ പ്രണയത്താൽ മറ്റൊരു വിവാഹം കഴിക്കുവാൻ തയ്യാറാകാതെ ജെയിൻ പൂർണ്ണമായും ദൈവിക പ്രവൃത്തികളിൽ വ്യാപൃതയായി. ചുട്ടുപഴുത്ത ചുവന്ന ഇരുമ്പിനാൽ യേശുവിൻ്റെ ഹൃദയചിഹ്നം അവൾ തൻ്റെ മാറിൽ പതിച്ചു. അത് അനുദിനം വളരുവാൻ തുടങ്ങി ദൈവസ്നേഹ പാരവശ്യത്താൽ. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസിൽ നിന്ന് ദൈവഹിതം മനസ്സിലാക്കിയ ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിസിറ്റേഷൻ ഓഫ് അവർ ലേഡി എന്ന മഠം സ്ഥാപിച്ചു. അവളുടെ പിതാവിനെയും അമ്മായിയപ്പനെയും സ്വന്തം മകനെയും ധിക്കരിക്കേണ്ടി വന്നു ദാരിദ്ര്യമെന്ന പുണ്യത്തെ പുലുകിക്കൊണ്ട് സന്യാസത്തിലേക്ക് പ്രവേശിക്കുവാൻ. തിരുസഭയുടെ എല്ലാ കൂദാശകളും സ്വീകരിച്ചുകൊണ്ട് 69 വയസ്സിൽ 1641 ഡിസംബർ 13 അവൾ മരിച്ചു. അകലെയായിരുന്ന വിൻസെൻ്റ് ഡി പോൾ ആത്മാവിൽ കണ്ടു. ജെയിൻ ഫ്രാൻസിസ് ഡി ഷന്താളിൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതും വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് അവളെ കാണാൻ ചെല്ലുന്നതും. ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും ഒരു വിശുദ്ധയിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തികളെ പ്രശസ്തമാക്കിയത് ബെനഡിക്റ്റ് 14 മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളാണ്. ക്ലെമന്റ് 14 മാർപ്പാപ്പ വിശുദ്ധ ജെയിനിൻ്റെ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷമാക്കാൻ ആജ്ഞാപിച്ചു. വചനം എഫേസോസ് 5:19 സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. വിചിന്തനം: നമ്മുടെ അന്ത്യദിനത്തെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ക്ഷമിക്കാൻ സാധിക്കാത്ത ഒന്നുമുണ്ടാവില്ല. വിശുദ്ധ ജെയിനിൻ്റെ മാതൃക നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. തന്നെ വിധവയാക്കിയവനോട് ക്ഷമിക്കുക. അവൻ്റെ കുഞ്ഞുങ്ങളോടും കുടുംബത്തോടും കരുണ കാണിക്കുക. അപരനിലും ദൈവത്തെ കണ്ടുകൊണ്ട് അവരുടെ മുറിവുകൾ വെച്ചുവെട്ടുകയും ആ മുറിവുകളിൽ ചുംബിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനവും സ്നേഹവുമായി തീരുക. അവസാനം ദൈവമാകുന്ന സ്നേഹത്തിൽ ഒന്നായി തീരുക.